Time to play the game. It's all about the game and how you play it. All about control, and if you can take it, all about your debt. And if you can pay it, it's all about pay. And who's gonna make it? I am the game, you don't wanna play me. I am control, no way you can shake me. I am heavy debt, no way you can pay me. I am the pain, and I know you can't take me. Look over your shoulder, ready to run like a Cleveland bitch from a smoking gun. I am the game, and I make the rules. So move on out, you can die like a fool. Trying to figure out what my move's gonna be. Come on over, sucker, why don't you ask me? Don't you forget there's a price you can pay. Cause I am the game and I want to play. Break it down. Degenerate into something fool. We just got tired of doing what you told us to do. That's a brace, boy. Yeah, that's a brace, little man. Break it down. Degeneration up. ഇങ്ങനെയെങ്കിലും നമ്മുടെ സങ്കേതത്തിലെത്തണം. വിച്ച് മീൻസ് നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എത്തിയല്ലോ. ആക്ച്വലി കണ്ടല്ലേ, കംപ്ലീറ്റ് എല്ലായിടത്തും ഇപ്പൊ കണ്ടത്. ഒരു സൈഡിൽ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സൈഡിൽ ഇതൊന്നും അല്ല. ആക്ച്വലി ക്രിസ്മസിന്റെ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു തവണ നമ്മൾ ക്രിസ്മസിന്റെ സെലിബ്രേഷന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തൊരു സ്ഥലമുണ്ട്. തങ്കരാജ് അവിടെ എത്തിയോ എന്തോ. അയാൾക്ക് ഈ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും പുത്തരിയല്ലോ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മധ്യ തറവാട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ വഴിയൊക്കെ നമ്മൾ മറന്നു എന്നാണ് ചോദിക്കുന്നത് നമ്മളോട് തന്നെ. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അകത്ത് എങ്ങനെയാണെങ്കിലും നമ്മൾ നല്ല വരുന്നു. കാലങ്ങൾക്ക് ശേഷം വന്നതുകൊണ്ടാന്ന് തോന്നുന്നു, അതോ ക്രിസ്മസ് സ്പെഷ്യൽ എഡിഷൻ ആണോന്ന് അറിയത്തില്ല. എല്ലാത്തിനും ഒരു മാറ്റം പോലെ. പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടോ അങ്ങനെ? സുംബ, ഒരു ഡാൻസ് ഉണ്ടല്ലോ, സുംബ ഡാൻസാ. സൂപ്പർ. ക്രിസ്മസ് ആയതുകൊണ്ട് പുതിയ ഐറ്റംസ് ഒക്കെ ഒത്തിരി ഇറങ്ങി കാണും അല്ലേ? അമൃത് വലിയ മാറ്റമൊന്നും ഇല്ലല്ലേ. നമ്മൾ വരാത്തതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് ഇവിടെ. ഏതാഘോഷമായാലും എന്ത് ഇതാണെന്ന് പറയുമ്പോൾ ബക്കാടി ഇല്ലാത്തൊരു കളിയില്ലല്ലോ ഡ്രാഗൻ. ട്രങ്കൻ എന്തെല്ലോ പിടിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥിരമായിട്ടേ ഇല്ല, പഴയ നൊസ്റ്റാൾജിയ, നമ്മുടെ സ്വന്തം ഇതുപോലൊരു ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളല്ലേ. വഴിയെടുക്കാം നമുക്ക്. ബ്ലാക്ക് ആംഗിൾ എത്ര രൂപ ഇതിന്? ഈ പാലുമ്പളത്തിന് 1360 അല്ലേ? പക്ഷെ ആബ്സലൂട്ട് വെർത്താണ് കേട്ടോ. അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ ഒന്നിനും കിട്ടുന്നില്ല. എയർഫോഴ്സിന്റെ ഒരു ഇതിന്റെ പറയുന്നില്ല, ഒരു തസ്കരയ്ക്ക് പറയുന്നില്ല, വിങ് കമാൻഡോ എന്നൊക്കെ പറയുന്നില്ല. വിങ് മാൻ ബ്ലെൻഡഡ് മാൾട്ട്, അടിപൊളി ഷേപ്പാണ് കേട്ടോ. സാധനം നോക്കിയേ, കൈ ഒതുങ്ങി. 2390 രൂപയാണ് വിങ് മാൻ. സംഭവം കൊള്ളാം. ലെഗസി നമ്മൾ ഇതുപോലെ മേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതും റിസ്കിയാണ്. പൊടിയുമാണ്. 2100 രൂപ. സമയം പോകും. അതിന് താഴെ പിടിച്ചോളാം. അതിന് താഴെ പിടിച്ചിട്ടേ പോകും. നമ്മളിത് മേടിച്ചെനിക്കെന്തോ എല്ലാം മറന്നുപോയി. കുറെ കാലങ്ങളിൽ ഷേപ്പാണെങ്കിലായില്ല എല്ലായിടത്തും. കാലണ്ടറൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതാണോ നമ്മൾ ട്രൈ ചെയ്തതാണോ എന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല.
ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ്. നല്ല വളരെ സാമ്യമുണ്ട്. ഇതിന്റെ ഷേപ്പായിട്ട് സാമ്യമുണ്ട്, ഇതിന്റെ ഷേപ്പായിട്ട് സാമ്യമുണ്ട്. പക്ഷേ ഉള്ളിലുള്ള സാധനത്തിന് സാമ്യം വരില്ല. പിന്നെ നമുക്കറിയാം ഏത് ആഘോഷത്തിനും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ബാർനെറ്റ്, അതുപോലെ തന്നെ JB, പിന്നെ നമ്മുടെ സ്വന്തം ഗോൾഡൻ നെക്കോൺ. ഇതൊക്കെ ഏത് ആഘോഷത്തിനും പിടിച്ചു നിൽക്കും. ഒരു കംഫർട്ടബിൾ റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഡാഡിയുടെ പുതിയ ടേബിളാണ് തോന്നുന്നത്. വിസ്കി ആയതുകൊണ്ടായിരിക്കും. ബോട്ടിലും ഷേപ്പും അതിന്റെ ലേബലിംഗ് ഒക്കെ നോക്കി മാജിക് മൊമെന്റ്സിന്റെ അതേ ഒരു ഇത്. അതും ഗ്രേറ്റ് ബോട്ടിൽ. മാജിക് മൊമെന്റ്സ് അല്ലല്ലോ. ഇതിനെക്കുറിച്ച് എത്ര ഒന്നും അല്ലൂടെ കാണുന്നു. ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ടൈപ്പ്. വില എത്രയാണ്? 1700. അതല്ല, ഈ സെയിം ലെമൺ ഫ്ലേവർ എത്ര എണ്ണം ഇറങ്ങുന്നു. പല പല ബ്രാൻഡ് പ്രീമിയം സാധനങ്ങൾ പോലെ ഇറങ്ങിയിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഈ ബിയർ റാക്ക് ആക്കിയിരിക്കട്ടെ. അൾട്രാ പോസ്റ്റേഴ്സ്. കൊറോണയുടെ ക്യാൻ ഇറങ്ങിയ ഇതൊക്കെ ഇറങ്ങിയിടും. എത്ര രൂപ? 210 രൂപ. കൊറോണ ബോട്ടിൽ എത്ര രൂപയായിരുന്നു? കൊറോണ ബോട്ടില് വൈനാണ്. എല്ലാം വൈൻ സെക്ഷനാണ്. പക്ഷെ വൈനല്ല, മറ്റേ നമ്മുടെ ഇതില്ലേ, ഏതാ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, അതിന്റെ പേരൊക്കെ പറഞ്ഞതിലൂടെ ബ്രോക്കോഡ്. ബ്രോക്കോഡ് പോലത്തെ ഐറ്റംസ് ആണ് അതെല്ലാം. ഇത് വൈനാണെന്ന് തോന്നുന്നു. ഷിറാസ്. ഇതൊക്കെ എന്ത് സാധനമാണ് ഇതൊക്കെ? ബ്രോക്കോഡ് പോലത്തെ വരും. ക്രാഫ്റ്റ് അതന്നെ, സ്പാർക്ലിംഗ് വൈൻ എന്തല്ല. എത്ര ടൈപ്പാണ് നോക്കി. 15% ബ്രോക്കോഡിന്റെ പോലെ തന്നെ. വിക്കി ബ്രൂട്ട് കറക്റ്റ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ബ്രോക്കോഡിന്റെ അതേ സാമ്യമുണ്ട് ഏകദേശം. പിന്നെ ഇതൊക്കെ നമ്മുടെ വിന്റേജ് വൈൻസ് ആണ്, പോട്ട് വൈൻസ് ആണ് ഇതെല്ലാം. പിന്നെ നമ്മുടെ അണ്ണൻ പറഞ്ഞു വന്ന അണ്ണൻ ഇവിടെ ഉണ്ട്. വേണം അവിടെ പിടിപ്പിക്കുന്ന. പിന്നെ കുറച്ച് പ്രീമിയം സാധനങ്ങളിലേക്ക് വന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം വൈൻസ് ആണ്. റെഡ് വൈൻ ആണ്. After a long break, we are back. Hey guys. ഒത്തിരി മാറ്റങ്ങൾ. So Mr. Dragonji, after a long time നമ്മൾ തിരിച്ച് നമ്മുടെ തറവാട്ട് എത്തിയിരിക്കുകയാണ് അല്ലേ? Okay guys, അതെ ഈ ഹോട്ടൽ മുഴുവൻ അറിഞ്ഞു നമ്മുടെ വരവ്, നമ്മുടെ റിട്ടേൺ. അതെ ഗായ്സ്, അപ്പൊ ഏറെ കാലങ്ങൾക്ക് ശേഷം MD ആൻഡ് Dragonji വീണ്ടും എത്തിയിരിക്കുകയാണ് അല്ലേ? അതെ, അപ്പോൾ എന്തായാലും ഒരുപാട് ഓർമ്മകൾ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ സ്വന്തം തറവാട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ സന്തോഷം ഡ്രങ്കരാജിന്റെ മുഖത്ത് ഉണ്ട്. എവിടെയായിരുന്നു ഡ്രങ്കൻജി ഈ കാലം അത്രയും അല്ലെ? ആ ചോദ്യം ഇപ്പൊ നിങ്ങളും നമ്മളോട് ചോദിക്കുന്നത്, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു, എന്താണ് വരാൻ ഇത്ര താമസം? 2 മാസം എന്നും പറഞ്ഞ് മുങ്ങിയ ടീംസ് 8 മാസമായപ്പോഴാണ് പൊങ്ങിയത്. അതാണ് MDTV. അപ്പൊ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്, പല റൂമേഴ്സ് വന്നിട്ടുണ്ട് നമ്മളെ കുറിച്ച്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിന്റെ എല്ലാം പരിപൂർണമായിട്ടുള്ള ഉത്തരം, എക്സ്പ്ലനേഷൻ MDയും ഡ്രാഗനും കൂടെ പറയുന്നത്. അപ്പൊ എന്നിരുന്നാലും സ്റ്റേ ട്യൂൺ, നമ്മുടെ റിട്ടേൺ വീഡിയോ ആണ്. കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റേ ട്യൂൺ ആൻഡ് എൻജോയ് ദ വീഡിയോ ഓഫ് MDTV forever. സീറ്റ് പിടിച്ചിരിക്കുകയാണ്. പൊളിച്ചടിക്കണ്ടേ?
ക്രിസ്മസ് ചെറുപ്പ് എന്തൊക്കെയാണ് വരുന്ന ന്യൂ ഇയർ. റംഗരാജ് വന്ന് പണി തുടങ്ങി അല്ലേ ഡ്രാഗൻ? പിന്നെ എന്തിനാ കാണിച്ച മേടിച്ചു വെച്ചിരിക്കുന്നല്ലേ? പ്ലെയിനാണോ? നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ കഴിച്ചിട്ട് അത്ര കാലമായല്ലേ ഡ്രാഗൻ? താൻ എന്താ സോഡാ സൗത്താണോ മേടിച്ചത്? അതല്ലേ വെളുത്തിരിക്കുന്നത്. ഞാൻ ഹാപ്പി ഫിസ. കുറച്ച് മാസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നു, 1 വർഷമായേനല്ലേ? മതി. കാലം എത്ര ചെന്നാലും ആ ഒരു പെർഫെക്ഷൻ അത് നഷ്ടമാവില്ല ഡ്രാഗരാജിന്. അതിന്റെ ട്രേഡ് സീക്രട്ട് എന്താണ് ഡ്രാഗൻ ചെയ്യും? ഒളിച്ചിരുന്ന് പിന്നെ അടിക്കുന്നതിന്റെ ആണോ ആ ട്രേഡ് സീക്രട്ട്? അടി നിർത്തിയായിരുന്നല്ലേ? പിന്നെ തന്നെ തുടങ്ങിയത്? തുടങ്ങിയിട്ടില്ല, നമ്മളൊരു സംയമനം പാലിച്ചിരിക്കുവായിരുന്നല്ലേ? നമ്മുടെ മാസ്റ്റർ പീസ് എത്തിയല്ലേ ഡ്രാഗൻ? തന്റെ ഏറ്റവും ഫാസ്റ്റ് സ്മെല്ലടിക്കുന്നുണ്ട് ഡ്രാഗൻ അല്ലേ? എന്ത് വന്നാലും ഡ്രാഗൻ കപ്പലണ്ടി വിട്ടുള്ള കളിയിൽ റോസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. ആണോ? പ്ലെയിൻ ആണോ? പ്ലെയിൻ ആണല്ലേ? പക്ഷെ അതിന്റെ ആ ഒരു പെർഫെക്ഷൻ, അതിന്റെ ഒരു ഡെലിഷ്യസ് ടേസ്റ്റ് മറ്റൊന്നിനും കിട്ടൂല. പണി തുടങ്ങാൻ ഡ്രാഗൻ. യെസ്, ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ റൂട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം പരിപാടിയിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കമ്പനിക്കാർ അല്ലേ? അതെ, കളർഫുൾ കമ്പനിക്കാരാണ്. സോ അഗൈൻ ദ cheers after a long time. Cheers with you. എത്ര കാലം കഴിഞ്ഞാലും ഇതിനൊരു മാറ്റമില്ല. വിച്ച് മീൻസ് റംഗരാജിന്റെ ഈ ഒരു ഒറ്റ വലി അല്ലേ? എന്താ ഡ്രങ്കൻ ഒരു മാറ്റം ഇല്ലാത്ത? അതെ, അതൊരു സത്യമായ പരമാർത്ഥമാണത്. എങ്കിലും അടുത്ത ഇതിലേക്ക് കടന്നല്ലേ? എന്തെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ? അതെ, അത് സത്യമാണ്. ഡ്രങ്കൻ ചിലര് ചോദിക്കുന്നു ഇത്രയും കാലം ഡ്രങ്കൻ എവിടെ? എന്നോട് പലരും ചോദിക്കുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആയതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് ഡ്രങ്കൻ എവിടെ? ചിലര് പറഞ്ഞു ഡ്രങ്കൻ ഭൂമിക്കടിയിലാണെന്ന് വരെ പറയുന്നു. ചത്തുപോയി നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ടല്ലെങ്കിലും നമ്മൾ വീക്കിലി ആണെങ്കിലും പലരും തെറ്റിദ്ധരിക്കുവാനും നമ്മൾ സ്ഥിരം വെള്ളവടിയാണെന്നുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അറിയാവുന്നവര് നമ്മുടെ ചാനലിന്റെ സ്ഥിരം ഫോളോവേഴ്സിന് അറിയാം നമ്മൾ ഈ പരിപാടി അല്ല സ്ഥിരം. അപ്പൊ എന്നിരുന്നാലും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കൺസ്യൂം ചെയ്യും. ഇതുപോലെ കൺസ്യൂം ചെയ്യുന്നത് ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ലിവറിനൊക്കെ ഒരു റീജനറേഷൻ ടൈം നമ്മൾ കൊടുക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ല ഡ്രങ്കൻ ചെയ്യും. അതായത് ഏതളവിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെയും ശരീരത്തിന് കേട് മാത്രമല്ല ഡ്രങ്കൻ ചെയ്യും. തീർച്ചയായിട്ടും ശരീരത്തിന് കേട് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ലിവർ എന്ന് പറയുന്ന സാധനം നമ്മളൊരു ഒരു ബ്രേക്ക് കൊടുക്കണം. അതിന് ആ ഒരു റീജനറേഷൻ, ആ ഒരു ഇതിന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. അല്ല സ്ഥിരമായിട്ട് ഇങ്ങനെ അതിന്റെ ഇങ്ങനെ ബ്ലഡ് പ്യൂരിഫിക്കേഷനും ആൽക്കഹോൾ പ്യൂരിഫൈ ചെയ്യാനും എല്ലാം ചെയ്തെങ്കിൽ അത് തകരാറിലാവും. അങ്ങനെയൊക്കെയാണ് അസുഖങ്ങളും സിറോസിസ് അതുപോലുള്ള ഫാറ്റി ലിവർ അതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ലോട്ടറി അടിച്ച് മേടിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടും കൂടെ തന്നെയായിരുന്നു, അല്ലാതെ ഹെൽത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടോ അല്ലെ ഫാറ്റി ലിവർ അതുപോലത്തെ ഐറ്റംസ് ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനും കൂടെ ആയിരുന്നു നമ്മുടെ ആ ഒരു ചെറിയൊരു ബ്രേക്ക്. അപ്പൊ ഈ ഒരു 8 മാസത്തെ കൊണ്ട് നമ്മൾ ആൽക്കഹോൾ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇംപ്യൂരിറ്റീസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയും നമ്മുടെ ലിവർ പൂർവാധികം ശക്തിയോടെ ഡാമേജ് ആയി നല്ല കേട്ടോ അതിന്റെ അർത്ഥം. ഇപ്പൊ പലരും തെറ്റിദ്ധരിക്കും നമ്മൾ ലിവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഒരു തേങ്ങയാണ് നമ്മുടെ പഴയ ഭാഷയെ പറഞ്ഞു. കൂടുതൽ ഫോർമാലിറ്റി ഒന്നും ഇല്ല. ഫോർമാലിറ്റീസ് എല്ലാം ഇപ്പൊ അങ്ങ് മാറും. അങ്ങനെ ഇവനകത്ത് നല്ലപോലെ പിട്ടി മുറുക്കുമ്പോൾ ഐറ്റംസും നമ്മുടെ എല്ലാ രീതികളും പഴയ പണിയാണ്.
സോ അതായിരുന്നു അതിന്റെ പാർട്ടിക്കുലർ റീസൺ അല്ല ഡ്രാഗൺ നമ്മുടെ ആ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന്റെ ആ ഒരു നമ്മുടെ ശരീരം ഒന്ന് പിന്നെയും ആ ഒരു ഇംപ്യൂരിറ്റീസ് എല്ലാം കളഞ്ഞ് പ്യൂർ ആവാം, റീസെറ്റ് ആവണം. കറക്റ്റ് ടേം ആണ് ഡ്രാഗൺ പറഞ്ഞത്, റീസെറ്റ് ആവാൻ വേണ്ടി. ഇപ്പൊ എല്ലാം ഓക്കെ ആയി എന്ന് കരുതി നമ്മൾ പഴയ പോലെ വെള്ളമൊഴിക്കും എന്നല്ല അർത്ഥം. നമ്മുടെ അതെ അങ്ങനൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇടയ്ക്കൊക്കെ ഇതുപോലെ പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. വല്ലപ്പോഴും കൂടി നല്ല നല്ല ഒക്കേഷൻസിൽ നമ്മൾ ഇതുപോലെ പോകും. സോ എല്ലാരും അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. നമ്മൾ വീഡിയോ ഇടായിട്ട് പോലും ഇത്രയും മാസവും നമ്മളെ സ്ഥിരമായിട്ട് കവർ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചാനലുണ്ട്. എന്താ എന്റെ കാണാത്ത ഡ്രങ്കൻജി എവിടെ, ഡ്രങ്കൻജി എന്താണ് വീഡിയോ എന്ന് വരാത്ത എന്ന് ചോദിച്ചിട്ട് എല്ലാ മിക്കപ്പോഴും കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പഴയ വീഡിയോസിന് പോലും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. ആ ഉള്ള ഓപ്ഷൻ തന്നെ ഏതെങ്കിലും വീഡിയോ കയറി കമന്റ് ചെയ്യും. അങ്ങനെ കമന്റ് ചെയ്ത് എല്ലാ കമന്റ്സും ഞാൻ കാണാറുണ്ട് കേട്ടോ. റിപ്ലൈ തരാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ആരെയും മറന്നിട്ടുമല്ല. അത് പറഞ്ഞാൽ ഇതിലേക്ക് മറക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ വല്ലതും ആയിട്ടില്ല എങ്കിൽ പോലും എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അത്രയും സ്നേഹസമൃദ്ധമായ ഒരു ഫാമിലിയാണ് നമ്മുടെ. അതിനെ ഒന്നും ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അല്ലെ ഡ്രാഗൺ? Cheers you all. ആ എഗ് ബുർജിയുടെ മല പകുതി ഡ്രാഗൺ തീർക്കും കണ്ടില്ലേ? ആ എഗ് ബുർജി ആകുന്ന മല ഡ്രാഗൺ പാതി തീർത്ത്. പാതി എവിടെ ഡ്രാഗൻ? സത്യം പറയണോ? അല്ല പകുതി ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത്. ഇത് നമ്മുടെ കൊഞ്ചി ക്രിസ്പി ബീഫ്. ഡ്രങ്കൻ എന്താണ് അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുവാണ് ഡ്രങ്കന്റെ കൈകളെ. അതെ തീർക്കാൻ വെറുതെ പറഞ്ഞോളൂ ഗായ്സ്. അതുപോലെ മറ്റൊരു അട്ടിമറി നടന്നു ഇവിടെ. അട്ടിമറി തന്നെയും പറഞ്ഞുള്ളൂ ഡ്രാഗൻ ജി, മറ്റൊന്നും കൊണ്ടല്ല. MDക്ക് തന്റെ കാര്യം എനിക്കറിയില്ല, തനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അല്ലെ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ച് റൂട്ടീൻ ഉണ്ടായിരുന്നു, എന്റെ ഒരു രീതികളുണ്ടായിരുന്നു. നമുക്ക് രീതികൾ എപ്പോഴും ചേഞ്ച് ആവണം, അതങ്ങനെയാണ്. എങ്കിലും ഞാൻ കഴിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നാരങ്ങ വെള്ളത്തിൽ നിന്നായിരുന്നു അല്ലെ, നമ്മുടെ ബഡ്വൈസർ നാരങ്ങ വെള്ളം. പക്ഷെ ഇന്നത് മറന്നുപോയി. അതെന്തുകൊണ്ടാണ് തരത്തില്ല, ഒരു പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. എനിക്ക് എത്ര പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ബ്ലോഗിങ് സ്റ്റോപ്പ് ചെയ്തതെന്നല്ല, ആ ഒരു ബ്രേക്ക് എടുത്ത കാലം കൊണ്ട് തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. ആക്ച്വലി ക്യാമറ ആംഗിൾസ് ചെയ്യാൻ മറന്നുപോയി അല്ലെ ഡ്രാഗൺ? ട്രിവാൻഡ്രം ട്രിപ്പിന്റെ വീഡിയോ ലോഞ്ച് ആവുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പൊ എന്തായാലും ഈ മല ഡ്രാഗൺ പകുതി തീർത്തു. ഒരു ഇത്തിരിയെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടപ്പാ. ഒന്നുമില്ലേല് കുറെ കാലമായില്ലേ. ഒരു മാറ്റവും ഇല്ല അളിയ. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട് ഡ്രാഗൺ ജി, നമ്മൾ ഈ ഏത് ഭക്ഷണമായാലും ചൂടോടെ കഴിക്കണം എന്നുള്ളൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്റ്റാണ്. അറിയാലോ എനിക്ക്. ചൂടോടെ കഴിക്കാത്തതിന്റെ ആ ഒരു പോരായ്മ ഇതിനകത്ത് നല്ല പോലെ അറിയാനുണ്ട്. ഇതാ തൊട്ടില്ലേ ഇതുവരെ? തന്റെ ആയുധം തനിക്ക് 2 ആയുധം വെച്ചിട്ടുണ്ട്. കൊഞ്ചി ക്രിസ്പി ബീഫ് അതോ ക്രിസ്പി ചില്ലി ബീഫ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. Cheers with you. Sorry, it's DJ. Cheers. എന്താ ഡ്രാഗൻ ഗോവയ്ക്ക് പോണ്ടേ? ഗോവയില് എവിടെയോ പബ്ബിനകത്ത് തീ പിടിച്ച് 10 രൂപ ചത്തുപോയത് അറിഞ്ഞായിരുന്നോ?
അത് അറസ്റ്റ് ചെയ്ത് എല്ലാം എല്ലാം ചവിട്ടി പൊട്ടിക്കുന്നുണ്ടായിരുന്നു പോലീസ് എല്ലാം. ബാക്കിയുള്ള പബിന്റെ അവശിഷ്ടങ്ങളെല്ലാം. പിന്നെ ഓണേഴ്സിനെ അറസ്റ്റ് ചെയ്ത് എല്ലാം പണിയാക്കി. നമ്മള് പോയില്ല പനാജിയില്. തങ്കരാജ് അടുത്ത റൗണ്ട് മയക്കുവടി ഒഴിക്കൂ. ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ. അല്ല പിന്നെ എന്നാ പിന്നെ എനിക്കൊരു മയക്കുവടി ഒഴിക്കി ഡ്രാഗൻ. ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. മഞ്ഞുമല. Okay. Okay, guys. It's time for the last round of microwave. Happy Christmas in advance. ഓക്കെ ഗൈസ്, വീണ്ടും നമ്മൾ ട്രാൻസ് സിനിമയുടെ ആംബിയൻസിലെത്തി അല്ലേ? അതെ. അപ്പോ പുതിയൊരു വീഡിയോമായി പഴയ അതെ ഗൈസ്, പുതിയൊരു വീഡിയോമായി MDTV will be coming back to you. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers. See you on the next video.